അനു, മോളെ. മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് പാർവതി മകളെ വിളിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും കാത്തിരിക്കുകയാണ് മോളെ, ഇനി ഇറങ്ങി വാ. ആ വാക്കുകൾ കേട്ടിട്ടും അനന്യ അനങ്ങിയില്ല. കട്ടിലിന്റെ വക്കിൽ നിർവികാരമായി ഇരിക്കുന്നവൾ, അവളുടെ വിരലുകൾ മെല്ലെ കഴുത്തിലേക്ക് നീങ്ങി. അല്പസമയം മുമ്പ് ചാർത്തിയ താലിയിൽ അവൾ മുറുകെ പിടിച്ചു. സ്വർണത്തിന്റെ തണുപ്പ് വിരലുകളുടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ അവളുടെ ഹൃദയത്തിൽ വീണ്ടും 1000 കൂരരുമ്പുകൾ കുത്തിക്കയറിയതുപോലെ അവൾക്ക് തോന്നി. കണ്ണുകൾ നിറഞ്ഞ കണ്ണുനീർ കാഴ്ചയെ മങ്ങിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ തലയുയർത്തി വാതിൽക്കൽ നിൽക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ തന്നെ വേദനയുണ്ടായിരുന്നു, പരാതിയുണ്ടായിരുന്നു, വിശ്വാസവഞ്ചനയുടെ നീറ്റലുണ്ടായിരുന്നു. അമ്മ എന്ന മനുഷ്യർ ആദ്യമായി തോന്നിയ അകൽച്ചയുമുണ്ടായിരുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എത്ര നേരം ഇരിക്കാനാ നിന്റെ ഭാവം? ചെറുക്കൻ്റെ വീട്ടുകാർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ആ കണ്ണീരൊക്കെ തുടച്ച് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കാനോ നീ? അമ്മ പാർവതിയുടെ വാക്കുകൾ കേട്ട് അനന്യ തന്റെ തളർന്ന മിഴികൾ ഉയർത്തി അവരെ നോക്കി. ആ നോട്ടത്തിൽ അടക്കാനാവാത്ത വേദനയും നിസ്സഹായതയും നിറഞ്ഞു നിന്നു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് അമ്മേ ചെയ്തത്? വിറക്കുന്ന സ്വരത്തിൽ തകർന്നു പോയ ഹൃദയത്തോടെ അവൾ ചോദിച്ചു. എന്തിനാ എന്തിനാ എൻ്റെ ജീവിതം ഇങ്ങനെ തല്ലിക്കെടുത്തിയത് നിങ്ങൾ? എൻ്റെ സ്വപ്നങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ നശിപ്പിച്ചത്? പാർവതി ആകെ അസ്വസ്ഥയായി. നീ എന്തൊക്കെയാടി പറയുന്ന അനന്യ? സ്വന്തം ചോരയിൽ പിറന്ന മക്കളുടെ ജീവിതം ഏതെങ്കിലും അമ്മമാർ മനഃപൂർവ്വം നശിപ്പിക്കാൻ നോക്കോ? നിനക്കറിയാവുന്നതല്ലേ ആ ചെറുക്കൻ എത്ര നല്ല സ്വഭാവക്കാരനാണെന്ന്. വലിയൊരു തറവാട്ടിലെ ആളാണവർ. ഇതിലും നല്ലൊരു കുടുംബം നിനക്കിനി എവിടെ നിന്ന് കിട്ടാനാ? പക്ഷെ അമ്മയുടെ വാക്കുകളൊന്നും അനന്യയുടെ ഉള്ളിലേക്ക് ചെന്നില്ല. ചേച്ചിക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സും ആഭരണങ്ങളും എടുക്കാൻ പോകുമ്പോൾ എന്ത് വേണമെങ്കിലും ആദ്യം ചേച്ചിക്കായിരുന്നു. അവൾക്ക് ബ്ലൗസിൻ്റെ അളവ് ശരിയായില്ലെങ്കിൽ അത് എന്നെക്കൊണ്ട് ഇട്ടു നോക്കിക്കും. സാരിയുടെ കളർ ചേരുന്നുണ്ടെന്ന് കാണാൻ എന്നെ നിർത്തും. അപ്പോഴൊക്കെ ഞാൻ സന്തോഷത്തോടെ നിന്ന് തന്നിട്ടുണ്ട് അമ്മേ നിങ്ങൾക്ക്. ചെറുപ്പത്തിലും അങ്ങനെ തന്നെ. അവൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം അമ്മ എനിക്കായിരുന്നു തന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ അതെല്ലാം സമ്മതിച്ചെന്ന് കാരണം എൻ്റെ ചേച്ചിയുടെ കല്യാണമല്ലേ എന്ന് കരുതിയാണ്. പക്ഷേ ഇന്ന് ചേച്ചി ഇരിക്കേണ്ട സ്ഥാനത്ത് ഞാനാണ് ഇരിക്കേണ്ടത്. അവൾക്ക് വേണ്ടി വാങ്ങിയ പട്ടുസാരിയും അവൾക്ക് വേണ്ടി കരുതി വെച്ച ആഭരണങ്ങളും അണിഞ്ഞ് അവൾക്ക് വേണ്ടി നിശ്ചയിച്ച ചെറുക്കൻ്റെ ഭാര്യയായി ഞാനിപ്പോൾ മാറി. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക അമ്മേ. അനന്യയുടെ ശബ്ദം ഇടറി. കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലും ഇത് ഞാനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം, എൻ്റെ ഭാവി, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഒരു ദിവസം കൊണ്ട് ആരോ വന്ന് തട്ടിയെടുത്തതുപോലെ. ഞാൻ എന്ത് തെറ്റാ ചെയ്തതമ്മേ? ആരെങ്കിലും സ്നേഹിച്ചോ? നിങ്ങളുടെ വാക്ക് ഞാൻ ധിക്കരിച്ചോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയോ? ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചാണ് ഞാൻ ജീവിച്ചത്. പഠിക്കാൻ പറഞ്ഞപ്പോൾ പഠിച്ചു. നല്ല മാർക്ക് വാങ്ങാൻ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി രാവും പകലും ഞാൻ കഷ്ടപ്പെട്ടു. എന്നിട്ടും അവസാനം എനിക്ക് ബലിയാടാകേണ്ടി വന്നത് എനിക്കാണല്ലോ. അവൾ കണ്ണുനീർ തുടക്കാൻ പോലും ശ്രമിച്ചില്ല. നിങ്ങൾക്കറിയാമോ അമ്മ, എത്ര രാത്രികൾ ഞാൻ ഉറങ്ങാതെ പഠിച്ചിട്ടുണ്ടെന്ന്? പുറത്തെല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ മാത്രം ലേറ്റിട്ട് പുസ്തകത്തിൻ്റെ മുന്നിലിരിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാർ സിനിമയ്ക്ക് പോയപ്പോഴും ആഘോഷങ്ങൾക്ക് പോയപ്പോഴും ഞാൻ പോയിട്ടില്ല അമ്മേ. എനിക്കൊരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡോക്ടറാകണം. വെള്ളക്കോട്ടിട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പും തൂക്കി ആശുപത്രിയിലൂടെ നടക്കണം. രോഗികൾക്ക് ആശ്വാസമാകണം. അച്ഛനും അമ്മയും അഭിമാനത്തോടെ ഇതാണ് ഞങ്ങളുടെ മകൾ എന്ന് പറയണം. അതിനു വേണ്ടിയാ ഞാൻ ജീവിച്ചത് തന്നെ. അതിനു വേണ്ടിയാ ഞാൻ കഷ്ടപ്പെട്ടതും. അവൾ ഒരു നിമിഷം നിർത്തി ശേഷം പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കി. മെഡിക്കൽ എൻട്രൻസ് എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അമ്മേ. റിസൾട്ട് വന്നാൽ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തേ? എൻ്റെ കയ്യിൽ പുസ്തകം ഇരിക്കേണ്ട സമയത്ത് താലി കൊണ്ടുവന്ന് കെട്ടിച്ചു. കോളേജ് ഗേറ്റ് കടക്കേണ്ട പ്രായത്തിൽ ഭർത്താവിൻ്റെ വീടിൻ്റെ പടികൾ കയറാൻ പറഞ്ഞു. ഇത് നീതിയാണോ അമ്മേ? അവളുടെ ശബ്ദം ഉയർന്നു. എനിക്കിപ്പോൾ കല്യാണം വേണ്ടായിരുന്നു. എനിക്ക് കുടുംബജീവിതം വേണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ അമ്മയാകാനും ഞാൻ തയ്യാറല്ല. എൻ്റെ പ്രായം പോലും അതിനായിട്ടില്ല. എന്നിട്ടും എല്ലാവരും കൂടി തീരുമാനിച്ചു, എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ. എൻ്റെ ജീവിതത്തിൽ വിധി എഴുതി. അവൾ വേദനയോടെ ചിരിച്ചു. ഈ വീട്ടിൽ എനിക്കൊരു വില പോലും ഉണ്ടായിരുന്നില്ല അമ്മേ. എൻ്റെ സ്വപ്നങ്ങൾക്ക്, എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ അഭിപ്രായങ്ങൾക്ക്
ഒന്നിനും ഒരു വില ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ മാനവും കുടുംബത്തിൻ്റെ അഭിമാനവും നാട്ടുകാരുടെ മുന്നിലെ മുഖവും മാത്രം മതി നിങ്ങൾക്ക്. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയാലും പ്രശ്നമില്ല, അല്ലേ അമ്മേ? പാർവതി എന്തോ പറയാൻ ശ്രമിച്ചതും കാവേരി അവരെ തടഞ്ഞു. വേണ്ട അമ്മേ, ഇനിയൊന്നും പറയേണ്ട. നിങ്ങളുടെ ഭാഗത്ത് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷെ എൻ്റെ ഭാഗത്ത് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു നവവധുവല്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാനിന്ന്. പഠിച്ച് ഉയരണമെന്ന് മാത്രം ആഗ്രഹിച്ച ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ എനിക്ക് കരയാൻ പോലും ശക്തിയില്ല. ഉള്ളിലെല്ലാം മരവിച്ചതുപോലെയായി. ആരും എൻ്റെ നെഞ്ചിനുള്ളിൽ നിന്ന് ജീവൻ പറിച്ചെടുക്കുന്നത് പോലെ. അനിയനെ മെല്ലെ കഴുത്തിലെ താലിയിൽ പിടിച്ചു. ഈ താലി കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും, പക്ഷെ എനിക്കിത് എൻ്റെ സ്വപ്നങ്ങളുടെ ശവക്കല്ലാണ് അമ്മേ. ഞാൻ ഡോക്ടറാകണം എന്ന് പറഞ്ഞ ഓരോ ആഗ്രഹത്തിൻ്റെയും കല്ലറ. അവളൊരു ദീർഘശ്വാസം വിട്ടു. ഇനി ഞാൻ പോകുന്നു. പക്ഷെ ഒന്ന് മാത്രം ഓർത്താൽ മതി നിങ്ങൾ. ഈ വീട്ടിൽ നിന്ന് ഇന്നിറങ്ങിപ്പോകുന്നത് നിങ്ങളുടെ മകൾ അനന്യയല്ല. സ്വപ്നങ്ങൾ തകർന്ന ഒരു പെൺകുട്ടിയുടെ നിഴൽ മാത്രമാണ് ഞാനിപ്പോൾ. കഴുത്തിൽ സ്റ്റെതസ്കോപ്പുമിട്ട് ആശുപത്രി വരാന്തയിലൂടെ നടക്കേണ്ടിയിരുന്ന ഞാൻ ഇന്ന് കഴുത്തിലൊരു താലിയുമായി എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കണം ഇന്ന്. അതാണ് എല്ലാവരും പറയുന്നത്, അല്ലേ അമ്മേ? പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം അവസാനിച്ച ദിവസം പോലെയാണ് ഇന്ന് തോന്നുന്നത്. ഇനി എന്നെ ആരും അന്വേഷിച്ചു വരണ്ട. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ അനന്യ ഇന്നിവിടെ മരിച്ചെന്ന് കരുതിയാൽ മതി. അത്രയും പറഞ്ഞ് അനന്യ കണ്ണീരോടെ തിരിഞ്ഞു നടന്നു. ആ മുഖത്ത് സങ്കടം മാത്രമായിരുന്നില്ല, തകർന്ന സ്വപ്നങ്ങളുടെയും വേദനയുടെ സ്വന്തം ആളുകൾ തോറ്റുപോകുന്ന ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയും ഉണ്ടായിരുന്നു. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നന്ദുമ കാത്തു നിൽക്കുന്നുണ്ട് അവളെ. അനന്യയുടെ നിറഞ്ഞ കണ്ണുകളും വിറക്കുന്ന ചുണ്ടുകളും കണ്ടതോടെ അവരുടെ മുഖവും മങ്ങി. അനു മോളെ. അവർ പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. കരയില്ലേ കുട്ടി, വാ നമുക്ക് പോകാം. ആ സ്വരത്തിൽ ഒരമ്മയുടെ വാത്സല്യമുണ്ടായിരുന്നു. പക്ഷെ ആ സ്നേഹം പോലും ആ നിമിഷം അനന്യയുടെ ഉള്ളിലെ മുറിവുകൾക്ക് മരുന്നായില്ല. അവൾ ചുറ്റും ഒന്ന് നോക്കി. താലി കെട്ടിയ ആളെവിടെയുമില്ല. ആദ്യം എവിടെ? മനസ്സിലൊരു ചോദ്യമുയർന്നു. അപ്പോഴാണ് ഉമ്മറത്തേക്ക് നോക്കിയത്. അവിടെ കുറച്ച് മാറി നിൽക്കുന്നുണ്ട് അവൻ. വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ച് മുഖം കടുപ്പിച്ച് ആരോടും സംസാരിക്കാതെ. ഈ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അനുഭവിക്കുന്നത് അവനാണെന്ന് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കും. ഒരു നിമിഷം അനന്യയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തേക്കുടക്കി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ നോട്ടം മാറ്റി. തിരിഞ്ഞു നോക്കിയപ്പോൾ പാർവതിയും മാധവനും അവിടെ നിൽക്കുന്നു. രണ്ടുപേരും തല താഴ്ന്നാണ് നിൽക്കുന്നത്. മകളുടെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടായില്ല. അനന്യയുടെ നെഞ്ചു വിങ്ങി. പക്ഷെ ഇത്തവണ അവൾ കരഞ്ഞില്ല. കരഞ്ഞു തീർന്നു. ഇനി ബാക്കിയുള്ളത് ശൂന്യത മാത്രമായിരുന്നു.